ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് സൈക്കോളജി ഓഫ് ക്യാൻഡിൽസ് ആണ്. അതായത് ക്യാൻഡിൽസിൻ്റെ സൈക്കോളജി ഉപയോഗിച്ച് നമുക്കൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി നമുക്ക് കാണാം. അപ്പോഴത്തേക്കും ഈ മെയിനായിട്ട് ഈ സ്ട്രാറ്റജിക്ക് നമ്മൾ ട്രെൻഡ് ബേസ് ആയിരിക്കും കണ്ടെടുക്കുന്നത്. അപ്പം അതുകൊണ്ടുള്ള വിന്നിങ് റേറ്റ് അത്യാവശ്യം നല്ല വിന്നിങ് റേറ്റിംഗ് കാണുന്നൊരു സ്ട്രാറ്റജിയാണ്. മെയിനായിട്ട് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു പോർഷൻ, അതായത് ഈ ഒരു പോർഷൻ കഴിഞ്ഞിട്ട് നല്ലൊരു ഡൗൺ ആണ് ഇവിടെ സംഭവിച്ചത്. ആ ഡൗൺ തിരിച്ച് പൊങ്ങി വന്നിട്ട് വീണ്ടും അവിടെ തന്നെ ഡൗൺ ആയി. അപ്പം അതിൻ്റെ അർത്ഥം ഇവിടെ നല്ല സെല്ലിംഗ് പ്രഷറുണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് ബിഗ് പ്ലേയേഴ്സിൻ്റെ SL മേ ബി കാണാം. അതുകൊണ്ടായിരിക്കാം ഇത് ഈ ഒരു വിക്ക് എടുത്തതിന് ശേഷം ആ വിക്കിൻ്റെ ഈ മണ്ടയ്ക്കോട്ട് വരാത്തത്. അത് ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല സെല്ലിംഗ് പ്രഷർ, നല്ല സെല്ലിട്ട് അതാണ് ഈ സെല്ല് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു വിക്ക് ബേസിൽ എൻട്രി എടുക്കാൻ പറ്റും. ഈ വിക്കോട് വെക്കുക, നമ്മളിവിടെ എൻട്രി എടുക്കുന്നു, ഈ ബോക്സിൻ്റെ മണ്ടയ്ക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ മണ്ടയ്ക്കോ നമ്മൾ SL വെക്കുന്നു. ഈ സിഗ്നിൻ്റെ അടി വരെ 1:2 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇത് മിസ്സായി കഴിഞ്ഞാൽ അടുത്തത്, അതായത് അവർ 2 പ്രാവശ്യം കുറച്ച് താഴോട്ട് പോയപ്പോൾ അവർക്ക് ലാഭം കിട്ടത്തില്ല. അവർക്ക് നല്ല ലാഭം വേണമെങ്കിൽ നല്ല ഡൗൺലോഡ് മാർക്കറ്റിനെ കൊണ്ടുവരണം. അപ്പോൾ അതിനാണ് ഇവർ, ഇപ്പം നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ, അതായത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഇടയ്ക്ക് വെക്കണം. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ അടുത്തൊരു എൻട്രി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ സിങ്ങിൻ്റെ അടി വരെ നമുക്ക് 1:3, 1:2 എന്ന റിസ്ക് വാർഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം നോക്കുവാണെങ്കിൽ ഈ ഒരു ഇതിൻ്റെ മണ്ടയ്ക്ക് ബിഗ് പ്ലേസിൻ്റെ SL മേ ബി കാണാം. ഈ മാർക്കറ്റ് ഈ ഒരു ഇതിനെ ബ്രേക്ക് ചെയ്യാത്തത്. അപ്പോൾ ഓൾറെഡി 1, 2, 3 പ്രാവശ്യം നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞ ശേഷം അടുത്ത ഡൗൺ വരുന്നത് ഇവിടെയാണ്. ഒരു നല്ലൊരു ഫോളിന് ശേഷം നമുക്ക് ഈ ഒരു ക്യാൻഡിലെ നമുക്കൊരു എൻട്രി വെക്കാം. ഈ ഒരു ക്യാൻഡിൽ എൻട്രി വെക്കുവാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ഇതിൻ്റെ മണ്ടയ്ക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ മണ്ടയ്ക്കോ നമുക്ക് ഇത് വെക്കാം. ഇവിടെ ചിലപ്പോൾ മേ ബി SL അടിക്കുകയാണ്, കാരണം 100% വിന്നിങ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി നമ്മുടെ മാർക്കറ്റിലില്ല. SL ആണെങ്കിൽ SL നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അപ്പം ഇതാണ് സ്ട്രാറ്റജി. അപ്പോൾ ഇത് ഡൗൺ ട്രെൻഡിലാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു അപ്പ് ട്രെൻഡിലുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഓക്കെ, ഇത് നല്ല എക്സാമ്പിളാണ്. ഇത് മാർക്കറ്റ് അപ്പിലോട്ട് പോകുന്നു, നമ്മളിവിടെ നമ്മുടെ എൻട്രി വെക്കുന്നു, പക്ഷേ നമുക്ക് എൻട്രി കിട്ടിയില്ല. ഓക്കെ, ഈ ട്രെൻഡിൽ നമുക്ക് എങ്ങും എൻട്രി കിട്ടിയില്ല. ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, പക്ഷേ അത്ര ഒരു അപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ ലീവ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് എൻട്രീസ് ഇല്ല. നമുക്ക് ഡൗൺ മാർക്കറ്റിൽ നിന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നല്ലൊരു എക്സാമ്പിളുണ്ട്. മാർക്കറ്റ് നല്ലപോലെ ഡൗൺ ആവുന്നു. ആ ഒരു അടുത്തുള്ള ക്യാൻഡിലിൽ നിന്ന് താഴോട്ട് എൻട്രി എടുക്കുന്നു. താഴത്തെ സിംഗ്ലോ ഏതെങ്കിലും സിംഗ്ലോയിൽ നിങ്ങളുടെ ടാർഗറ്റ് പ്ലേസ് ചെയ്യുന്നു. ഒരു 1:3, 1:2ൻ്റെ റിസ്ക് വാർഡ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ. അപ്പ് ട്രെൻഡ് നല്ല രീതിയിൽ മാർക്കറ്റ് ബുള്ളിഷ് ആവുന്നു. നമ്മൾ ക്യാൻഡിൽ ഫൈൻഡ് ചെയ്യുന്നു, അവിടെ എൻട്രി എടുക്കും. ഇതിനെ മണ്ടയ്ക്ക് സിങ് വെക്കുന്നു. സുഖമായിട്ട് 1:2, 1:3യുടെ റിസ്ക് വാർഡ് കിട്ടും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ക്യാൻഡിൽ ബേസ് എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസ് അപ്ലൈ ചെയ്യുക. ഞാൻ കൂടുതൽ ഇൻഡിക്കേറ്റർ അങ്ങനെ ഉപയോഗിക്കാറില്ല. വേണമെങ്കിൽ 200 EMAയുടെ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് ഉപയോഗിക്കാം ട്രെൻഡ് കൺഫേം ചെയ്യാൻ വേണ്ടി. പക്ഷേ നിങ്ങളുടെ സ്റ്റഡീസ് വെച്ച് നിങ്ങൾ ബാക്കി ഇതിനെ മോഡിഫൈ ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇതൊരു ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ അല്ല, ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇതുപോലത്തുള്ളൊരു പുതിയൊരു സ്ട്രാറ്റജി പരിചയപ്പെടുന്നവരെ ബൈ.